ഹലോ ഗൈസ്, നമസ്കാരം. ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ നെറ്റ്ഫ്ലിക്സിൽ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത ദ കറി ആൻഡ് ദി സൈനൈഡ് ദ ജോളി ജോസഫ് കേസ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്ററിയെ പറ്റി പറയാനാണ്. നിങ്ങൾക്കറിയാം, നെറ്റ്ഫ്ലിക്സിൽ കഴിഞ്ഞ ദിവസം റിലീസ്. നമ്മുടെ ഈ അടുത്ത കാലത്ത് നമ്മുടെ കേരളക്കരയിലാകെ ചർച്ചയായിരുന്ന നമ്മുടെ ജോളി ചേച്ചിയുടെ കൂടത്തായി കേസും അതിന്റെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ഡോക്യുമെന്ററിയാണ്. 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ഡോക്യുമെന്ററി ഡയറക്ഷൻ ചെയ്തത് ക്രിസ്റ്റോ ടോമിയാണ്. അപ്പൊ ഇതില് വളരെയധികം അതിലെ റിയൽ ഫാക്റ്റുകളെയും അതേപോലെയുള്ള അന്വേഷണത്തിന്റെ വഴിത്തിരിവുകളും അതിലൂടെ ഒരു സിനിമാ കഥ തന്നെയുണ്ട്. ഒരു ക്രൈം ത്രില്ലർ എങ്ങനെയാണോ നമ്മൾ കണ്ടിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ നമുക്ക് ഈ ഡോക്യുമെന്ററിയിൽ എടുത്തിട്ടുണ്ട്. ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർ, വർത്ത് വാച്ച് എന്ന് വേണ്ടി പറയേണ്ടി വരും. അതായത് ഒരു ക്രൈം ത്രില്ലർ കണ്ട ഒരു അനുഭൂതിയായിരുന്നു എനിക്ക് ഈ ഒരു ഡോക്യുമെന്ററി കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. അതേപോലെ നിങ്ങൾക്കറിയാം, ഈ കൂടത്തായി കേസുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നീണ്ട 17 വർഷം എടുത്തിട്ട് 6 പേരെ വളരെ ആസൂത്രണമായിട്ട് പ്ലാൻ ചെയ്ത് സ്വന്തം കുടുംബത്തിലെ ആളുകളെ അത് സൈനൈഡ് കൊടുത്തുകൊണ്ട് കൊലപ്പെട്ട ഒരു ക്രൈം ത്രില്ലർ അല്ലെങ്കിൽ ഒരു സീരിയൽ കില്ലർ ആയിരുന്നു മലയാളക്കാര കണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ഒരു സീരിയൽ കില്ലർ ആയിരുന്നു നമ്മുടെ ജോളി ചേച്ചി. അതിന്റെ ആ ഒരു തീവ്രത ഈ ഒരു ഡോക്യുമെന്ററിയിൽ ഒട്ടും ചോരാതെ തന്നെ അതിലെ റിയൽ ഫാക്ട്സുകളും അതേപോലെ നമ്മുടെ ജോലിക്ക് വേണ്ടി ഹാജരായിരുന്ന ആളൂർ വക്കീല്, അതേപോലെ ഇതിൽ അന്വേഷിച്ചിരുന്ന പോലീസ് ഉദ്യോഗസ്ഥര്, അതേപോലെ വീട്ടിലെ അംഗങ്ങള്, അതായത് ഇതിലൂടെ ഈ ജോളിയുടെ കുടുംബത്തിൽ മരിച്ചു പോവാത്ത ആളുകളുണ്ട്. അതായത് ഇപ്പോ മരിച്ചുപോയ റോയിയുടെ സഹോദരി രഞ്ജു മുതലായ ആളുകൾ ഈ ഡോക്യുമെന്ററിയെ പറ്റി കൃത്യമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. ഈ ഡോക്യുമെന്ററിയിൽ പറയുന്നുണ്ട്, ഒരു ഇന്റർവ്യൂ പോലെ സംസാരിക്കുന്നുണ്ട്. അതേപോലെ ആളൂരിന്റെ ഭാഗത്തിൽ പറയുന്നുണ്ട്. എല്ലാവരും ന്യൂട്രലായിട്ട് നിന്നുകൊണ്ട് ഒരു ബയസ്ഡ് ആയിട്ട് തന്നെ ഈ സ്റ്റോറി എടുത്തിട്ടുണ്ട്. അതേപോലെ കേരള പോലീസിന്റെ ഈ അന്വേഷണത്തിൽ ഉണ്ടായിരുന്ന വഴിത്തിരിവ്, അതായത് ഈ ജോളിയുടെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അത്യാവശ്യം സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും വളരെ ഉയർന്ന നിലവാരത്തിൽ നിൽക്കുന്ന ഒരു കുടുംബമാണ് നമ്മുടെ ഈ ജോളിയുടെ കുടുംബം. അത്തരത്തിലുള്ള കുടുംബത്തിലാണ് ഇതുവരെ 17 വർഷം ഒരാളുടെ കണ്ണിലും പെടാതെ കൃത്യമായ ആസൂത്രണത്തിൽ ആദ്യം അപ്പനും അമ്മയും പിന്നെ ഭർത്താവിനെ വരെ സൈനൈഡ് കൊടുത്ത് കൊല്ലുന്നുണ്ട്. അപ്പോ ഇങ്ങനെ ഒരു കാലിക്കറ്റ് NIT-യിലെ ഒരു പ്രൊഫസറും കൂടിയാണ്. അതിൽ വരെ മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ടെന്ന്, അല്ലെങ്കിൽ ആ ജോലിക്ക് കയറുന്നത് വരെ കൃത്യമായ യോഗ്യത ഇല്ലാതെയാണ് ആൾ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്തതെന്നും അതിൽ നിന്ന് കിട്ടിയ അറിവും അതിൽ നിന്ന് കിട്ടിയ ഈ കെമിക്കല് സൈനൈഡ് അങ്ങനെ എല്ലാവർക്കും പെട്ടെന്ന് ആക്സസിബിൾ അല്ല. ആ സൈനൈഡ് എങ്ങനെ വിവിധ തരത്തില് വിവിധ ബന്ധങ്ങൾ ഉപയോഗിച്ച് ആ സൈനൈഡ് കരസ്ഥമാക്കും. അതേപോലെ കൃത്യമായ ആസൂത്രണത്തിന് യാതൊരുവിധ ഒരു ഭാവ വ്യത്യാസമില്ലാതെ ഈ ജോലി വളരെ തുടർച്ചയായ ഇടവേളകളിൽ ആളുകളെ ആസൂത്രണ പ്രകാരം ആളുകളെ കൊല്ലുകയാണ് ഉണ്ടായിരുന്നത്. ആ ഒരു ഇൻസിഡന്റ് ഈ 1.5 മണിക്കൂറിൽ കൃത്യമായി എഡിറ്റ് ചെയ്തുകൊണ്ട് അതേപോലെ കൃത്യമായി ഒരുക്കിക്കൊണ്ട് നമുക്ക് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇതില് ഈ ഡോക്യുമെന്ററിയിൽ ഏറ്റവും പ്രധാന ഒരു പങ്ക് വഹിച്ചിരിക്കുന്നത് നമ്മുടെ ഡയറക്ഷൻ, അതേപോലെ എഡിറ്റിംഗ്, അതേപോലെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും നമുക്ക് എന്താ പറയുക, ഒരു ഡോക്യുമെന്ററി കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇതിന് മാറി ഒരു സിനിമാറ്റോഗ്രാഫി നല്ല രീതിയിൽ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഛായാഗ്രഹണം, എഡിറ്റിംഗ്, അതേപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഈ ഡോക്യുമെന്ററിക്ക് അനുയോജ്യമായ രീതിയിൽ തന്നെ ക്രമീകരിച്ചുകൊണ്ട് ഒട്ടും മോശമാവില്ല എന്ന് പറയാൻ പറ്റും. ഈ 1.5 മണിക്കൂർ നിങ്ങൾ ഈ ഡോക്യുമെന്ററി നിങ്ങൾ ഈ നെറ്റ്ഫ്ലിക്സിൽ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വർത്ത് വാച്ചിങ് ആയിരിക്കും. എല്ലാവരും പോയി കാണുക. ഇനി ഈ കണ്ടവരുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വിവരങ്ങളെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഒരു ചെറിയ ചാനലാണ്, നിങ്ങൾ എല്ലാവരും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.